സംഭവം എന്താണെന്ന് പറയോ, ഇത് ഇദ്ദേഹത്തെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ നമ്മുടെ KCയുടെ ടീമിന് നൽകും. നമുക്കത് ചോദിക്കും, കുഞ്ഞാപ്പൂരൊക്കെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയും മലപ്പുറത്തെ മണ്ണിനെ ചിരിപ്പിക്കണം. നമ്മള് ചാണ്ടി ചാപ്പിളിനെ ചിരിപ്പിക്കാൻ എത്ര പ്രയാസം പറയുന്നേ. ജനങ്ങളുടെ അനുഭവം കഴിയൂല. ഇക്കിളിയാക്കൊക്കെ എന്ത് ചെയ്യാനാണ്, ഒന്നും നടക്കില്ല. ഇതിനകത്തേക്ക് എന്താ പറയണ്ടേ കേക്കണ്ടേ? നിങ്ങളെത്താ ചോദിക്കാത്ത ചോദിക്കേ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മാട് വരുന്നത്. എന്നാലും KCയുടെ മാനേജ്മെന്റ് മറ്റൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇതുവരെ ഇദ്ദേഹത്തെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് സ്വന്തമായി ലഭിക്കുന്നത്. 1.5 ലക്ഷം രൂപ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരമാണ് പ്രിയ സുഹൃത്തുക്കളെ. 1.5 ലക്ഷം രൂപ ഇദ്ദേഹത്തെ ചിരിപ്പിക്കുന്ന വ്യക്തിക്ക് ടീം KC സമ്മാനമായി നൽകുന്നു. ആരെങ്കിലും ഉണ്ടോ? 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1.5 ലക്ഷം രൂപ. ചെറിയൊരു പുഞ്ചിരി മാത്രം മതി. ചിരി പലവിധമാണ്. പുഞ്ചിരി, പൊട്ടിച്ചിരി, അട്ടകാസച്ചിരി, കുംഭകുലുക്കിച്ചിരി, കാമച്ചിരി, വിഭ്രാന്തച്ചിരി, കൊലച്ചിരി. നമുക്കാവശ്യം ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ്. ആരാണ് ഇദ്ദേഹത്തെ ചിരിപ്പിക്കുന്നത്? ചിരിപ്പിക്കുന്ന വ്യക്തിക്ക് ടീം KC നൽകുന്നു 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം നിങ്ങൾ പാഴാക്കരുത്. ഉണ്ടോ? ഇല്ല. ചിരിക്കാത്ത മനുഷ്യന് ചെറിയൊരു ഇടവേള നമുക്ക് കൊടുക്കാം. ഓക്കെ, സംഗീതവിധം നമുക്ക് തുടരാം. ഗെയിം ചിരിക്കാത്ത മനുഷ്യന്റെ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഇദ്ദേഹം ഇപ്പോൾ ഇനി ചിരിക്കും. പക്ഷെ ചിലർക്ക് സംശയമുണ്ടായിരിക്കും, ഇദ്ദേഹം മലയാളം അറിയാത്ത വ്യക്തിയാണോ അതോ കേൾവിയില്ലാത്ത വ്യക്തിയാണോ എന്നുള്ളൊരു സംശയമൊക്കെ നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ, നന്നായിട്ട് ചിരിക്കാൻ അറിയാം. 1 ലക്ഷം രൂപ എന്നുള്ളത് ഇപ്പൊ 1.5 ലക്ഷം രൂപ നല്ലൊരു അവസരമാണ്. ആരും പാഴാക്കുന്നത് ഒരു ഗംഭീര അവസരമാണ്. മാത്രമല്ല അവസരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടിയില്ല അല്ലെ. ഒന്ന് പറയുമോ എന്തൊക്കെയാണ്, എവിടുന്നൊക്കെയാണ് വരുന്നത്, എന്താ ഇതിന്റെ രഹസ്യം? അല്ലെ, രഹസ്യം എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലെ. കിളിപ്പെടുത്തിയിട്ട് പോലും ചിരിക്കാത്ത മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ രഹസ്യം എന്താണ്? ഞാൻ പറയാം. ഞാൻ ഒന്ന് പറയട്ടെ. എൻ്റെ വീട് ഇവിടെ അടുത്ത് കോഹിനൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ബംഗാളി ഒന്നല്ല, അസൽ മലയാളിയാണ്. ഇവിടെ ജനിച്ചു വന്ന ആളാണ്. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ്. അത് ഈ വേദിയിലല്ല, പുറമെ വെച്ച്. അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞുനാൾ മുതൽ യോഗ, ധ്യാനം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പഠിച്ച് വളർന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഘട്ടം. ഇനിയിപ്പോൾ എന്തു തന്നെ ആയാലും, ഏതൊരു വേദി ആയാലും ഞാൻ ഇതുവരെ ചിരിച്ചിട്ടില്ല. പക്ഷേ ഈ ചെമ്മാട് അങ്ങാടിയിൽ വെച്ച് എൻ്റെ പരാജയം ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. എനിക്കറിയാം ഇവിടെ പല വ്യക്തികൾ, ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇവിടെ ഉണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാളെ എന്നെ ചിരിപ്പിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ ആ 1 ലക്ഷം 1.5 ലക്ഷം എത്രയാണെങ്കിലും ആ ഒരു സമ്മാനം ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഞാൻ തോൽക്കും, എനിക്ക് ഉറപ്പാണ്, ഒരു സംശയമില്ല. പോരെ? ഓക്കെ. അപ്പോ 1 ലക്ഷം രൂപയല്ല, 1.5 ലക്ഷം രൂപ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ പ്രായഭേദമെന്ന് ആരെയും ക്ഷണിച്ചിരുന്നു. ആ ടൈം കഴിഞ്ഞു. കുറച്ചൊരു ബ്രേക്ക് എടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വരും. ആൻഡ് താങ്ക് യു. എത്തുകയാണ് കൊമ്പൻകാട് പോയ ശ്രീ കുഞ്ഞാപ്പു ആൻഡ് മിസ് തസ്നിഗാൻ. നമുക്ക് സ്നേഹാദരങ്ങളോട് ഹർഷാരവങ്ങളോട് സ്വാഗതം ചെയ്യണം. കണ്ടോ, ഫാൻസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, അവിടെ പോയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ആൻഡ് മാക്സിമം കൈയടിച്ചുകൊണ്ട് ലൈസൻസ് ജെന്റിൽമാൻ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ കൂടെ ഉണ്ടാവണം. എല്ലാവരും ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നു അറിയാം, മാക്സിമം കൂടെ ഉണ്ടായിരുന്നു അറിയാം. ആൻഡ് അഗെയിൻ കുറച്ച് സമയം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവണം. ആ ഒരു മാക്സിമം എനർജിയോട് കൂടി തന്നെ. And Tasigan സ്റ്റേജിൽ നിന്ന്
സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് വളരെ സ്നേഹത്തോടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. മലയാളം സിനിമകളിലും ടെലിവിഷനിലും സ്റ്റേജിലും പ്രത്യക്ഷപ്പെടുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് തസ്നീം ഖാൻ. മലയാളം റിയാലിറ്റി TV സീരീസ് ബിഗ് ബോസിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് നമ്മുടെ കൂടെ ചേർന്ന് നിന്നു. അപ്പോ 3 പേരെയും നിറഞ്ഞ സ്നേഹത്തോടെ ഹർഷാരവങ്ങളോടെ ബഹുമാനപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലൊരു കൈ കൊടുക്കാം. ഒന്ന് കൈയടിച്ച് കൂടി വിളിച്ച് താങ്ക് യു സോ മച്ച്. എന്താണ് പറയാനുണ്ടെന്ന് നോക്കാം. നമുക്ക് വലിയൊരു ഓണത്തിന്റെ ഒരു വലിയ ആഘോഷങ്ങളിലാണ് അല്ലെ, ആ ഒരു ആംബിയൻസിലാണ് എല്ലാവരും നിൽക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ആരാണ് പറയുന്നത് ആദ്യം? എന്തൊക്കെ കേൾക്കട്ടെ? മൊത്തം ഫാൻസ് ആണ്. ഇത്ര നേരം അത്രമാത്രം അക്ഷമയോടാണ് കാത്തിരുന്നത്. സോ പ്ലീസ്. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റില്ല, വളരെയധികം സന്തോഷമുണ്ട്. ആരും കുമ്പനാട് തറവാട്ടിൽ നിന്ന് മൂത്ത ആളെന്നെ സംസാരിക്കാം അല്ലേ? അപ്പൊ ഞാൻ ഉപ്പച്ചിന്റെ അടുത്ത് ഫോൺ കൊടുക്കണ്ട, മൈക്ക് കൊടുക്കാം. അതല്ലേ ഉപ്പച്ചിയാ പറയും. കൊമ്പങ്കാട് പോയ അസ്സലാമലൈക്കും. ഏത് സ്റ്റേജിൽ പോയാലും എന്നോട് ചോദിക്കും സെയിലല്ലേ സെയിലല്ലേ. സെയിലിനെ കൊടുത്തില്ലേ? അതാണ്. എന്തായാലും AKC ജ്വല്ലറി ഡയമണ്ട് ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സെയിലാന്നുള്ള വിളി അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണികളെല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇതുപോലെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. വീണ്ടും വേറെ ഒന്നും പറയല്ല, തന്നെ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് നിങ്ങൾ ചോദിക്കാൻ മറുപടി നമ്മൾ പറയാം. നിങ്ങൾ ഉണ്ടാകുന്ന കാര്യം നല്ല കച്ചടികൾ എന്നാൽ അതിനനുസരിച്ച് ഇവിടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പാടുന്നത്? നല്ല പാട്. നല്ല പാട്. എങ്ങനെ? ഇന്ന് അടി ലീവാണ്, ഇന്ന് അടിയില്ല. പാട്ട് പാട്. അപ്പൊ പൊളിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ എനർജിയുടെ നേരെ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. അതിലൊക്കെ ഇങ്ങനെയാണ് ഭാഷ. താങ്ക് യു. അപ്പൊ ഇത് കട്ടിയെടുക്കാം. നമുക്ക് നല്ല പാട്ടും ഡാൻസും കാര്യം ഇഷ്ടമാണ്. എന്തായാലും രണ്ടു വാക്ക് അതിനകത്തേക്ക് എന്താ പറയണ്ടേ കേക്കണ്ടേ? നിങ്ങളെത്താ ചോദിക്കാത്ത ചോദിക്കേ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മാട് വരുന്നത്. ശരിക്കും ഞാൻ ശരിക്കും കോഴിക്കോട്ടുകാരിയാണ്. എറണാകുളമാണ് പഠിച്ചതൊക്കെ. ഒരുപാട് സന്തോഷം. ഈ കലാരംഗത്ത് ഇത്രയും വർഷമായിട്ട് ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളരെ കുറവാണ് വരുന്നത്. ഞങ്ങളൊക്കെ ശരിക്കും എറണാകുളം സൈഡാണ് കൂടുതലും പോകുന്നത്. എന്നെ പിന്നെ ഇവരെന്നെ ഓരോ ദിവസം വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു, ഞങ്ങളുടെ കൂടെ സൈനാത്തായിട്ട് അഭിനയിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ ആ ഭാഗത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇവർ ഇത്ര വലിയ പോപ്പുലാരിറ്റിയാണ്. ഇവിടുത്തെ മമ്മൂട്ടി മോഹൻലാലാണ് ഇവരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ആലോചിച്ചു, നമ്മളും മമ്മൂക്കാടെ കൂടിയും ലാലേട്ടൻ്റെ കൂടിയും ദിലീപിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ച ആളാണ്. പക്ഷേ അതിലേക്ക് കൂടി കൂടുതലും പോപ്പുലാരിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കൂടെ അഭിനയിച്ചപ്പോഴാണ് കൂടുതൽ ബിഗ് സ്ക്രീനും ചെറിയൊരു മൊബൈലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന് മനസ്സിലായത് ഇവരുടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടാണ്. അപ്പോഴാണ് ഇവർ വീട്ടിൽ എറണാകുളത്ത് വന്ന് ഇവർ എന്നെ സൈനാത്തിയായിട്ട് ഇവരെന്നെ എടുത്ത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാൻ പറ്റിയത്. പക്ഷേ നമ്മളൊക്കെ ഈ സിനിമയിലും പിന്നെ TV യിലൊക്കെ അഭിനയിക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ഇതേപോലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് വളരെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് നല്ല വീഡിയോസ് വരെ കൂടെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്ന്. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷം. AKC ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ പ്രമാണിച്ച് വരാൻ പറ്റിയാലും ഈ ഒരു കടയ്ക്ക് ഒരുപാട് ബർക്കത്ത് പഠിച്ചു കൊടുക്കട്ടെ ഈ അവസരത്തിൽ പറയാണ്. താങ്ക് യു. ഇത് സംഭവം എന്താണെന്ന് പറയോ, ഇത് ഇദ്ദേഹത്തെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ നമ്മുടെ KCയുടെ ടീമിന് നൽകും. അപ്പക്കാട് ഗോവിക്കും കുഞ്ഞാപ്പൂരൊക്കെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയുമായി മലപ്പുറത്തെ മണ്ണിനെ ചിരിപ്പിക്കണം. നമ്മള് ചാണ്ടി ചാപ്പിളിനെ ചിരിപ്പിക്കാൻ എത്ര പ്രയാസം പറയുന്നേ. പക്ഷെ ചിരിച്ചില്ലെങ്കിൽ നാളെ വരും. ഇക്കിളിയാക്കിയൊക്കെ ഞാൻ പറയണ പോലെ പറയൂ. ഉറപ്പാണോ? നിങ്ങളെല്ലാവരും ഗവൺമെന്റിലാട്ടോ. ഞാൻ പറയണ പോലെ പറയൂ. ശ്രമിക്കല്ല. ഞാൻ അതിന് വലിയ പ്രശ്നമല്ല, ചെറിയ പ്രശ്നമല്ല. പണ്ട് KC ജ്വല്ലറിയുടെ മാനേജർ വിളിച്ചു. 1.5 ലക്ഷം രൂപയല്ല, നിങ്ങൾ ഒന്നുകൂടി 2 ലക്ഷം രൂപ ഇതൊക്കെ ചെയ്ത് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചിരിക്കാൻ അറിയില്ലെന്നാണ് അറിയില്ല നമുക്ക് ആദ്യം. ചിരിക്കാൻ മാത്രമേ നമുക്ക് വന്നിട്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ മത്സരം കുറച്ച് സമയം ഇവിടെ ഇടവേള. പേരും ഇദ്ദേഹത്തിന്റെ കാര്യവും കുറച്ച് ജസ്റ്റ് ഒന്ന് പറയും. ചിരിക്കാം, ആ സമയത്ത് ചിരിക്കും. ഗെയിം കട്ട്. അത് കള്ളി പൊളിഞ്ഞില്ലേ? തോറ്റല്ലേ? 2 ലക്ഷം 200 ഉറുപ്പിക കേട്ടോ. ചിരിച്ചാണ് നിർത്തൂലോന്നുണ്ട്. നമ്മള് പൊളിച്ചെടുക്കാനുള്ള ടൈമായില്ലേ? പാട്ട് മാത്രം പോരാ, മിമിക്രിയും കൂടെ വേണം എന്നുള്ളത്. 12 മണിയാകുമ്പോൾ കുട്ടികൾക്ക് എക്സാം വന്നിട്ടുണ്ട്. ക്ലാസ്സൊക്കെ കട്ടാക്കി വന്നാണ്. എന്തായാലും 2 സബ് മിമിക്രി ഒരു പോയിക്കോളൂ. ആണോ? എന്നാ മിമിക്രി സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം തന്നെ? ഞാൻ മാത്രല്ല, നമ്മള് സൈനാത്തി നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് അറിയില്ലേ? ഇന്ന് മിമിക്രി കേൾക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി തന്നാലേ അതിനനുസരിച്ച് വെക്കുള്ളൂ. അപ്പോ നമുക്ക് തുടക്കം തന്നെ എന്തായാലോ അതിനോ ആണോ? എല്ലായിടത്തും എടുക്കണമായി. എന്നാ ആദ്യം സൈനാത്ത കേൾക്കാത്തോണ്ട് നമുക്ക് തുടക്കം കുതിരാട്ടം പപ്പുച്ചേട്ടന്റെ വോയിസ് തന്നെ തുടങ്ങിയാലോ? ഓക്കെ ആണോ? അപ്പൊ മണിച്ചിത്രത്തായാലേ കുതിരാട്ടം പപ്പുച്ചേട്ടൻ. ഓക്കെ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തുകളുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടുമ്പഴി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് പിഞ്ഞ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ. ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എന്റെ ഈ തകിട് അത്ര മോശമൊന്നുമല്ല. താങ്ക് യു. കയ്യടിക്ക് മക്കളെ. കയ്യൊന്നും ചോദിക്കുവാங்க. അതില്ലാത്ത ഒരു മലപ്പുറംമാരല്ല കച്ചവടം. നല്ലൊരു എനർജിയിൽ നിൽക്കണ്ടോ നിങ്ങള്? എന്നാലും പിന്നെ അടുത്തതും കൂടി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഒറ്റ സൗണ്ട് നിങ്ങളോട്ട് കൊടുത്ത ഏതെങ്കിലും ഒന്നായി ഇത്രയും പേരും കാത്തിക്കല്ലേ. മലയാള സിനിമയിലെ പഴയ നടിയായ നമ്മളെ ഷീല ചേച്ചിന്റെ ഷീലാമ്മ സൗണ്ട് കേട്ടാലോ? നമ്മള് സൈനാഥന്റെ സൗണ്ടിൽ തന്നെ ഷീലാമ്മന്റെ സൗണ്ട് കേട്ട് എങ്ങനെ ഉണ്ടാവും നോക്കല്ലേ? നിങ്ങൾക്കൊന്ന് ആന്ന് പറയേ. അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല. ഇങ്ങനെ മലപ്പുറത്ത് പോലെ പറയാറുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പക്ഷെ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ പറയാ. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. എന്താ കർത്തമ്മേ ഇറങ്ങി വരാത്തത്? എന്റെ കൊച്ചു മുതലാളി, അങ്ങല്ലാതെ എനിക്ക് പിന്നെ ആരാണുള്ളത്? ഒരു വോയിസ് കൂടെ ഏതെങ്കിലും ഒരു വോയിസ് കൂടെ എന്നിട്ട് നമുക്ക് പാട്ടിൽ കയറാം. പാത്തുവിന്റെ നമ്മളെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയില് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന 2 ചേച്ചിമാരുണ്ട്.
ഇതും സൗണ്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, കനകാമ്പരം ഞങ്ങൾ വരുത്താനാണ് സാറേ. അവനെപ്പോ നോക്കിയാലും കുളിക്കണം. കുളിക്കുമ്പോ തുണിമണി ഇല്ലാതാണ് സാറേ കുളിക്കാറ്. തുണിമണിയില്ലെങ്കിൽ അവിടെ നോക്കാതിരുന്ന പോലെ. നോക്കാതിരുന്ന ഷൂഷു എന്ന് വിളിക്കും സാറേ. ഷൂഷു എന്ന് വിളിച്ചാൽ നോക്കിപ്പോലെ. ഇവനെ കാണാൻ എങ്ങനെയാണ്? കാണാനും പൊക്കം കുറഞ്ഞ് കറുത്തിരുണ്ട് ഒരു മാക്കാച്ചി തലേനെ പോലെ അല്ലടി. ആ ഒരു മാക്കാച്ചി തലേനെ പോലെ ഇരിക്കണവനാണ് സാറേ. താങ്ക് യു. അയ്യക്ക് വാസാക്കിയ സാറാണ്. ഇനി അടുത്ത് നമുക്ക് നല്ലൊരു പാട്ടും ഡാൻസൊക്കെ ആയാലോ? അല്ല, ഞങ്ങൾ കാത്തുക്കളെ പൊളിച്ചിറക്കല്ലേ? റെഡി അല്ലേ? ആ, കുറച്ച് ബേക്കറിയിൽ നിന്നൊക്കെ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് മൈക്ക് കുറച്ചുകൂടെ നമ്മളിലേക്ക് പ്ലേസ്. ഓക്കെ, ഉറപ്പാണോ? നിങ്ങളുടെ ഡയലോഗ് എടുക്കട്ടെ? സപ്പോർട്ട് ചെയ്യോ? ഇന്നൊന്ന് കൈയടിച്ച യാരത്? കൊമ്പങ്ങാട് കോയ വാതിലോർക്കെ. ഇന്നേക്ക് ദുർഗാഷ്ടമി. ഓലക്കാണ് ഇന്ന് വെള്ളിയാഴ്ച പറഞ്ഞിട്ട് പോട്ടെ. അത് തീവ്രം മതി ആയിട്ടത്. അമ്പാൽ ഒന്ന് വായിക്കളി. അതിടക്ക് നാഗവല്യം കയറി. യാരത്? കൊമ്പങ്ങാട് കോയ വാതിലോർക്കെ. ഇന്നേക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞു വാതിലോർക്കെ. ജുമക്കുവാ നേരായി. ഉണ്ണ കൊണ്ണ് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈന പോയി ചാച്ചു നടന്നില്ല. പിന്നെ ലജ്ജ. എനിക്ക് പോണം. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. താങ്ക് യു. കച്ചടോ. ആ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവര് ഡാൻസ് കൂടി അല്ലേ? യെസ്. എന്നാ ലാസ്റ്റ് ആയിട്ട് ഒരു 1.5 ഡാൻസ് പാട്ട് കൂടി ആയാലോ? നിങ്ങൾ ഓക്കെ അല്ലേ? ആ, എന്നാ കാച്ചാ തുടങ്ങിക്കൂടാണ്ട്.